എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഫെഡറൽ ബാങ്കിലേക്ക് ജോലി അവസരമുണ്ട്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫെഡറൽ ബാങ്കിലേക്കാണ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് സെയിൽസ് ആൻഡ് ക്ലയൻറ്റ് അക്വിസിഷൻ ഓഫീസറാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 27 സെലക്ഷൻ്റെ ഭാഗമായിട്ട് സെൻറ്റർ ബേസ്ഡ് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിൻ്റെ ഡേറ്റ് നവംബർ 16. ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം എ യൂണിവേഴ്സിറ്റിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. PG യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും വിഷയത്തിൽ PG ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. മറ്റ് ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ 10ാം ക്ലാസ്സിലും +2ലും ഡിഗ്രിക്കും PGക്കുമൊക്കെ 60% കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു കണ്ടീഷൻ ഉള്ളത്. ഏത് വിഷയത്തിലും PG ആയാലും കുഴപ്പമില്ല. പക്ഷേ 10ാം ക്ലാസ് മുതൽ എല്ലാ ക്ലാസ്സിലും 60% കൂടുതൽ മാർക്കുണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. പ്രായപരിധി 27 വയസ്സ് വരെയാണ്. കാൻഡിഡേറ്റ്സ് 1/10/1998 ശേഷം ജനിച്ചവരായിരിക്കണം. ഇനി 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 1 വയസ്സിൻ്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 1/10/1997 ശേഷം ജനിച്ചവരായിരിക്കണം. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 1 ഇയർ കൂടി അധികമായിട്ട് ലഭിക്കുന്നതാണ് പ്രായപരിധിയിൽ. എക്സ്പീരിയൻസ് നിർബന്ധമൊന്നുമില്ല. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. SC ST കാറ്റഗറി ആണെങ്കിൽ 32 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാൻഡിഡേറ്റ്സ് 1/10/1993 ശേഷം ജനിച്ചവരായിരിക്കണം. 2024-25 വർഷത്തിൽ PG പാസ് ഔട്ട് ആവുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രീവിയസ് ഇയറിലെ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിഗ്രി കോഴ്സ് 3 ഇയറിൻ്റെ ആയിരിക്കണം. PG 2 ഇയേഴ്സിൻ്റെ ആണ് വേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഏജ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, നാഷണാലിറ്റി എല്ലാം പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മാർക്ക് ഷീറ്റൊക്കെ ഇയർ വൈസും സെമസ്റ്റർ വൈസും ഉള്ളത് അപ്ലോഡ് ചെയ്യണം. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. 48,480 മുതൽ 85,920 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. പെർ ഇയറിൽ നിങ്ങൾക്ക് 12.84 lakhs ആണ് ശമ്പളം ലഭിക്കുന്നത്. ഇനി ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിയമനം വരാവുന്നതാണ്. ഇന്ത്യയിലുള്ള ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിലും ഓഫീസിലും നിയമനം വരാവുന്നതാണ്. സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് 2 ഇയേഴ്സ് പ്രൊബേഷനുണ്ട്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് സെൻറ്റർ ബേസ്ഡ് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓരോ സെലക്ഷൻ റൗണ്ടിലും എലിമിനേഷൻ ഉണ്ട്. ഇനി സർവീസ് ലെവൽ എഗ്രിമെൻ്റ് ഉണ്ട്. നിങ്ങൾ ബാങ്കിൽ അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും ജോലി ചെയ്യുന്നുള്ളൊരു ഉറപ്പിന് വേണ്ടി നിങ്ങൾ എഗ്രിമെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഓൺലൈൻ എക്സാമിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് നോക്കാം. കേരളത്തിൽ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരമാണ് എക്സാം സെൻറ്റർ ഉള്ളത്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 27. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ബാങ്കിൻ്റെ സൈറ്റ് എടുക്കുക. സൈറ്റ് എന്ന് പറയുന്നത് www.federalbank.co.in. എന്നിട്ട് അവിടെ നിന്നും കരിയർ പേജാണ് എടുക്കേണ്ടത്. എക്സ്പ്ലോർ ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് വ്യൂ ഡീറ്റെയിൽസ് കൊടുത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. SC ST കാറ്റഗറിക്ക് 160 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 800 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്.
ഇനി എക്സാമിൻ്റെ പാറ്റേൺ നോക്കാം. 6 സെക്ഷനാണുള്ളത്. വെർബൽ എബിലിറ്റി ഓർ ഇംഗ്ലീഷ് ലാംഗ്വേജ് 20 മാർക്ക്, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഓർ റീസണിംഗ് 20 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ഓർ ന്യൂമറിക്കൽ എബിലിറ്റി 20 മാർക്ക്, ജനറൽ സോഷ്യോ എക്കണോമിക് ആൻഡ് ബാങ്കിങ് അവയർനെസ് 15 മാർക്സിന്, കമ്പ്യൂട്ടർ അവയർനെസ് ആൻഡ് ഡിജിറ്റൽ ബാങ്കിങ് 15 മാർക്കിന്, സെയിൽസ് ആപ്റ്റിറ്റ്യൂഡ് 10 മാർക്സ്. ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. നെഗറ്റീവ് മാർക്കുണ്ട്. എക്സാം ഡേറ്റ് നവംബർ 16 ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് സൈക്കോമെട്രിക് ക്വസ്റ്റ്യനെയർ ഉണ്ടായിരിക്കും. അതുകൂടെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. 15 മാർക്സിനാണ് വരുന്നത്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിലും ഡിസ്ക്വാളിഫൈ ആവുന്നതായിരിക്കും. ഓൺലൈൻ ടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ മെയിലിൽ അയച്ചു തരുന്നതായിരിക്കും. നവംബർ 7 മുമ്പായിട്ട് തന്നെ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ വാലിഡ് ID പ്രൂഫ് കൊണ്ടുപോകേണ്ടതാണ്. ആധാർ കാർഡോ ലൈസൻസോ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഫെഡറൽ ബാങ്കിൽ സെയിൽസ് ആൻഡ് ക്ലയൻറ്റ് അക്വസിഷൻ ഓഫീസറായിട്ട് ജോലി വേണ്ടവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. PG ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. നല്ല ശമ്പളത്തിലാണ് ജോലി അവസരം ഉള്ളത്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ 27 താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.